സുബഹിക്ക് ശേഷം നമ്മൾ സുബഹിക്ക് ശേഷം 16 മിനിറ്റ് കൂടി ഉദയം പൂർത്തിയാകുന്നത് വരെ ഇതിന്റെ ഒരു മാഹൗലാണ്. അപ്പൊ ഏകദേശം ഒരു മണിക്കൂറിലേറെ കിട്ടും. ആ സമയം ഒരു പത്രം വായിക്കരുത്, ഒന്നും വായിക്കരുത്. അതിൽ നിന്ന് ഞങ്ങൾക്കൊരു അമല് പറഞ്ഞുതരാം. എല്ലാ ദിവസവും ആ നേരത്തെ എന്ത് ചെയ്താളി സ്വലാത്തലികള് എന്നും സ്വലാത്തില്ല. സുബഹിന്റെ ശേഷം എന്നും സ്വലാത്തില്ല. അടുത്ത മിനിറ്റം പോക്ക് വരവ് ഒക്കെ. ടോയ്ലറ്റ് പോണെങ്കിൽ അമ്മ അതവിടെ വെച്ച് തസ്ബീമാല അവിടെ വെച്ച് ടോയ്ലറ്റ് പോയി തിരിച്ചു വന്ന് സുബഹിന്റെ ആ ഉള്ളോടുകൂടെ ഒന്നും കൂടി പുതുക്കിക്കളി. അന്നത്തെ ദിവസത്തിനത് മതിയാവും. അന്ന് നിങ്ങളെ ഒരു ശത്രുവിന് ചതിക്കാൻ കഴിയുകയില്ല. അന്ന് നിങ്ങളെ മേൽ 10,000 റഹ്മത്ത് അല്ലാഹു വിധിച്ചിട്ടുണ്ടാവും. കാരണം 1000 സ്വലാത്ത് ചൊല്ലിയാൽ ബേസ്മെന്റിൽ ഒരു സ്വലാത്തിന് 10 റഹ്മത്താണ്. അപ്പോൾ 1000 സ്വലാത്തിന് ബേസ്മെന്റിൽ തന്നെ 10,000 റഹ്മത്താണ്. പിന്നെ കൂടും ചെയ്യും. അപ്പൊ രാവിലെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് മേൽ എത്ര വിധിക്കും പറയാ. രാവിലെ തന്നെ സൂര്യൻ ഉദിക്കുന്നതോടുകൂടെ വിളിച്ചു വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എത്ര റഹ്മത്തുറച്ച് 10,000. ഫലാ യകൂനു ഫഖീറാ. ആ മനുഷ്യൻ എന്താവൂല? ഫഖീറാവൂല, ഒരിക്കലും ഫഖീറാവൂല. അസ്സലാത്തു തുജ്ലിബുൽ അർസാഖ. റിസ്ഖിനെ വലിച്ചു കൊണ്ടുവരാൻ എന്തിനു കഴിയും? സ്വലാത്തിന് കഴിയും. വതദ്ഫഉൽ ആഫാത്ത്. വണ്ടിയാണ് ചെന്ന് ഇങ്ങനെയാണ് കേറുകയാണ്, റോട്ടുമക്കാണ് കേറുക, ചീറിപ്പാഞ്ഞ് ഹൈവേ ബസ് ഇങ്ങോട്ട് വരികയാണ്. ഒന്നും ഉണ്ടായില്ല. ബസ്സിൽ കുത്തിയത് പോലും ഇല്ല. ബസ് കുത്തിയ ചുരുങ്ങിയത് 1000 രൂപ പഠിച്ചു കൊടുക്കേണ്ടി വരും. അതും വന്നില്ല. എന്തുണ്ടായത് ഒന്നും ഓർമ്മയില്ല. ബസ് അതിനാണ് പോയി. നമ്മൾ ഇവിടെ നിന്നും ചെയ്തു. എന്റെ ആഫാത്തി, ആഫത്തിനെ തടയും എന്ത്? സ്വലാത്ത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെ ചിന്തിക്കണം, കിട്ടിയണേ. എന്റെ കുട്ടികളോട് ഞാൻ ചെറുപ്പക്കാരോട് പറയാം, സ്വലാത്ത് മോട്ടോർ സൈക്കിളിലൊക്കെ സഞ്ചരിക്കണവർ വളരെ ശ്രദ്ധിക്കണം. സ്വലാത്ത് എല്ലണം എന്നൊരു 1000 സ്വലാത്ത്. അത് റിസ്ഖിനെ വലിച്ചു കൊണ്ടുവരും. ഇപ്പൊ പ്രത്യേകിച്ചും ഇപ്പോൾ ഞങ്ങളോട് പറയാൻ പോണ എന്തെന്നാല്, ലോകത്തൊരു സാമ്പത്തിക ക്രമക്കേട് വന്നിട്ടുണ്ട്. ലോകത്തൊരു സാമ്പത്തിക മാന്ദ്യവും. ഇതിന് അറ്റൻഷൻ ആവൂല, അതൊന്നും ഇനി ക്ലിയർ ആവൂല പെട്ടെന്നൊന്നും. ലോകത്തെ എക്കണോമിക്കൽ സിസ്റ്റം താറുമാറായി പോയിട്ടുണ്ട്. അതൊരു 12 കൊല്ലത്തിനൊന്നും ലെവലാകൂല, ഒരിക്കലും ലെവലാവൂല. അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ആകൂല, ലെവലാവൂല, അത് ലെവലാവൂല. സിസ്റ്റം ഈ കൊല്ലത്തെക്കാൾ സാമ്പത്തിക മാന്യായിരിക്കും അടുത്ത കൊല്ലം ഉണ്ടാവുക. അടുത്ത കൊല്ലത്തെക്കാൾ സാമ്പത്തിക മാന്യാണ് പിറ്റത്തെ കൊല്ലം ഉണ്ടാവുക. സംശയിക്കണ്ട, അങ്ങനെ തന്നെ ആയിരിക്കും. ഈ സിസ്റ്റം നേരെയാവൂല അടുത്തൊന്നും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്റ്റാൻഡ് എന്നുള്ളൊരു മർമ്മ. സമൂഹത്തിന്റെ മുന്നിൽ എണീറ്റിക്കണമെങ്കിൽ സാമ്പത്തിക സ്റ്റാൻഡ് വേണം. ദരിദ്രനായ കഴിഞ്ഞ് അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്നാൽ മുഅ്മിനീങ്ങളെ എല്ലാ ദിവസവും 1000 സ്വലാത്ത് ചൊല്ലുക. കച്ചവട പീടിക തുറന്നവരുണ്ട്, പക്ഷേ ലാഭമില്ല, കച്ചവടവുമില്ല. എത്ര ഗൾഫ് മാന്യം മലയാളിയെ കുഴക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ അപകടകരമായ സാഹചര്യത്തിലൂടെ ഗൾഫിന്റെ സാമ്പത്തിക സ്ഥിതി കടന്നു പോകുന്നു. അത് ഭയാനകവുമാണ്. ഭയാനകമായ ഒരു സാമ്പത്തിക ക്രൈസിസ് ഗൾഫിൽ വരാൻ പോവാണ്. ഭയങ്കരം. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ പോയാൽ എല്ലാം പൂട്ടും. അതിനിടയിൽ വമ്പൻ ഒരു യുദ്ധവും ഉണ്ടാവും. അത് വമ്പൻ യുദ്ധമായിരിക്കും. വമ്പൻ യുദ്ധം ഗൾഫിൽ വരുന്നുണ്ട്. ഭയങ്കരമായിട്ടായിരിക്കും. ഇതുവരെ കണ്ടിട്ടുള്ള യുദ്ധങ്ങളിൽ ഏറ്റവും ഭയാനകമായ യുദ്ധം ഇനി ഗൾഫിൽ വരാൻ പോകുന്ന ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിന് അടുത്തിട്ടുണ്ട്. അത് വിത്തിൻ 10 years, 10 കൊല്ലത്തിനുള്ളിൽ ഭയാനകമായ യുദ്ധം ഗൾഫിൽ ഉണ്ടാവും. ഞാൻ ഗൾഫുകാരോടൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ ഔട്ടായി പോകുന്ന ഇവിടെ ചില്ലറ ഓട്ടോറിക്ഷ ഓടിച്ച് അങ്ങനെ കഴിഞ്ഞോടുന്നവരോട് പറയാറുണ്ട്, ഇനി ഒരു ദിവസം വരും, അന്ന് ഈ പറയും പോന്നത് നന്നായി, അൽഹംദുലില്ലാ. ഭയാനകമായ യുദ്ധം ഗൾഫിൽ വരാൻ പോവാണ്. അത് ഇറാനിൽ നിന്ന് തുടങ്ങും, അത് ഗൾഫിനെ മുഴുവനും മൂടും. അത് ഭയാനകമായ യുദ്ധമായിരിക്കും. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. മുഅ്മിനെ ചിന്തിക്കണം. ഇതൊക്കെ മുത്തനബി സൂചന നൽകിയിട്ടുണ്ട്. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചന തന്നിട്ടുണ്ട്.
വീണ്ടും താറുമാറാവും. എന്താ പരിഹാരം? റിസ്ഖിനെ വലിച്ചു കൊണ്ടുവരാൻ സ്വലാത്തിന് കഴിയും. എന്നൊരായിരം സ്വലാത്തല്ലേ. ആപത്തുകളെ തടയാനും ആപത്തിനെ തടയാനും സ്വലാത്തിന് കഴിയും. രോഗങ്ങളെ ശിഫയാക്കാൻ രോഗങ്ങളെ ശിഫയാക്കാനും സ്വലാത്തിന് കഴിയും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. സ്വലാത്ത് ചൊല്ലിയവനെ സ്വലാത്ത് മതി എന്ത് ശിഫയാകാൻ, രോഗം ശിഫ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ശത്രുവിനെ തടയാൻ സ്വലാത്തിന് കഴിയും. റിസ്ഖിനെ കൂട്ടാൻ സ്വലാത്തിന് കഴിയും. ആപത്തിനെ തടയാൻ സ്വലാത്തിന് കഴിയും. രോഗം ശിഫയാക്കാൻ സ്വലാത്തിന് കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരു 3 മണിക്കൂർ 1 മണിക്കൂർ വേറെ പണിയൊന്നും എടുക്കരുത്. മാത്രമല്ല നേരം കേൾക്കാനും പാടില്ലല്ലോ, കിടന്ന ദാരിദ്ര്യം ഉണ്ടാവും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. പുണ്യ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കോളി. എല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളും ഈ സ്വലാത്ത് മറക്കരുത്. നിസ്കാരത്തിൽ വരെ പാടില്ലാത്ത നേരമുണ്ട്, സ്വലാത്ത് പാടില്ലാത്ത നേരം ഇല്ല. കക്കൂസല്ലാത്ത ഏത് സ്ഥലത്തും ഏത് നേരവും സ്വലാത്തിൽ വ്യാപൃതനാവാം. മുഅ്മിനെ ചിന്തിക്കണം, ഇത് വേറൊരു നബിയെ പോലെയല്ല. വേറൊരു നബിക്ക് ഇങ്ങനെ സ്വലാത്ത് ചെല്ലാൻ ഖുർആൻ നമ്മോട് കൽപ്പിച്ചിട്ടുമില്ല. ഇത് ലോകത്തിന്റെ രഹസ്യമാണ്. മുഹമ്മദ് മുസ്തഫ എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, എല്ലാം കഴിയുന്നുണ്ട്. നിർഭയത്വം നൽകും, പ്രയാസങ്ങളെ പരിഹരിക്കും. പിന്നെയോ ഇങ്ങോട്ട് നോക്ക്, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലേ ഞാൻ പറയുള്ളൂ കേട്ടാ. നിങ്ങൾ നല്ല ഉഷാറ് തന്നെയാണോ? പറയ്, പ്രായത്തിലല്ലേ എന്ന് മാത്രമല്ല, സ്വലാത്ത് പെരുപ്പിച്ച് ചെല്ലുന്ന പ്രത്യേകത എന്താ? മരണ നേരത്ത് പുണ്യ റസൂൽ വരും. ഫയുൽഖി ഇലൈഹിൽ കലിമ, കലിമ റസൂൽ തന്നെ പറഞ്ഞു തരും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, اللهم اجعلنا منهم، اللهم اجعلنا منهم، اللهم اجعلنا منهم، اللهم اجعلنا منهم. സ്വലാത്ത് പെരുപ്പിച്ചില്ല. മരണ നേരത്തെ ആര് വരും? റസൂലുള്ളാഹി വരും. മൗതബ് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും. നേരം ലൈൻ അവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണർപ്പന. മരിക്കുന്ന നേരത്തെ ഇബ്ലീസ് വരും എന്ന് മുത്തുനബി പറഞ്ഞതാണ്. എന്നാൽ സ്വലാത്ത് ഹബീബിന്റെ മേൽ പെരുപ്പിച്ചു ചൊല്ലിക്കോ. മരണ നേരത്ത് പേടിക്കേണ്ട. മരണ നേരത്ത് റസൂലുള്ളാഹി വരും സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി കണ്ണിന്റെ മുന്നിൽ വരും. മുത്ത് മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ. പുണ്യ റസൂലുള്ളാഹി വരും സല്ലല്ലാഹു അലൈഹി വസല്ലം. ദായിമൻ യകൂനു മഅഹു അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലി. ദായിമൻ റസൂൽ വരുമ്പോൾ റസൂലുള്ളാഹിന്റെ പട്ടാളം കൂടെ ഉണ്ടാവും. ആരാണ് 4 ആള്? പറയേ, അവിടെ 4 ഉണ്ട്. ആരാ 4 ആള്? സിദ്ദീഖ്, ഉമർ, ഉസ്മാൻ, അലി. 4 ആളെ കൂട്ടിയിട്ട് മുത്തുനബി വരും, മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ഫയുൽഖി ഇലൈക്കൽ കലിമ. അസ്റായീൽ പെരുവിരലിൽ നിന്ന് റൂഹിനെ പൊക്കാൻ ഉറങ്ങുന്ന നേരത്തെ സ്വലാത്തിനെ പെരുപ്പിച്ച് ചൊല്ലിയ ആളുടെ അടുത്തേക്ക് ഹബീബായ നബി വന്നിട്ട് ഫയുൽഖി ഇലൈഹിൽ കലിമത്ത ത്വയ്യിബ. കലിമത്ത് ത്വയ്യിബ ഹബീബായ നബി തന്നെ പറഞ്ഞു തരും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നബി തന്നെ പറയും. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. 1.25 ലക്ഷം സഹാബത്തിന് ജീവിതകാലത്ത് റസൂൽ എഴുതി കൊടുത്തിട്ടുണ്ട്. എങ്കിൽ അവരെ പോലെ നമുക്ക് കഴിഞ്ഞ വിധത്തിൽ നബിയെ നമ്മൾ പ്രേമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗത്യന്തരല്ലാത്ത ഘട്ടത്തിൽ ആര് വരും? മുത്ത് നബി വരും, മുത്ത് മുഹമ്മദ് മുസ്തഫ. സുൽത്താനുടെ മുഅ്മിനായ മനുഷ്യൻ കാണും. ഇത് ഇമാം ഖുർത്തുബി തങ്ങൾ തദ്കിറയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ വകയല്ല. അള്ളാന്റെ ഹബീബിനെ പ്രേമിച്ച, അള്ളാന്റെ ഹബീബിനെ സ്വലാത്ത് ചെല്ലുന്ന ആളുകൾ മരിക്കുമ്പോ ആര് വരും? പറയാ, ആര് വരും? റസൂൽ തന്നെ വരും. ഖുലഫാക്കളോടാണ് ദായിമായ ഹബീബ്
അദ്ദുറത്തുൽ ഫാഖിറ എന്നൊരു കിതാബുണ്ട്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു രാത്രി, മിക്കവാറും രാത്രി യഹ്യ എഴുതിയിരുന്ന കാലത്ത് എന്റെ അടുക്കൽ റസൂലുള്ളാഹി വരാറുണ്ട്. അബൂ ഹാമിദ് അൽ ഗസാലി ഒക്കെ പറ, വലിയ ആളാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അവരുടെ അദ്ദുറത്തുൽ ഫാഖിറ വദഖീറത്തുൽ ശാകിറ എന്നൊരു കിതാബുണ്ട്. അബൂ ഹാമിദ് അൽ ഗസാലി ഇമാം പറയുന്നുണ്ട്, മിക്കവാറും രാത്രി എന്റെ വീട്ടിൽ റസൂലുള്ളാഹി വരാറുണ്ട് സ്വല്ലല്ലാഹു അസ്സുദ്ദീഖ് മഅഹു വൽ ഫാറൂഖ് വഉസ്മാൻ വഅലി. നാലാം റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടാവും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നോട് റസൂലുള്ളാഹി രാത്രി വർത്തമാനം പറയാറുണ്ട്. അപ്പോഴത്തെ റസൂലുള്ളാഹി വഫാത്തായിട്ട് ഏകദേശം 500 കൊല്ലമായിട്ടുണ്ട്. മനസ്സിലായില്ല? റസൂലുള്ളാഹി വഫാത്തായിട്ട് 500 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആര് വഫാത്താവുന്നത്? ഗസാലി ഇമാം. ആ ഗസാലി ഇമാം പറയാണ്, മിക്കവാറും രാത്രി എന്റെ വീട്ടിൽ റസൂലുള്ളാഹി വരാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പേടിക്കണ്ട. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ വ്യാപൃതരാകുന്നത് നിർത്തുക. അത് രാവിലെ മൊബൈൽ എടുക്കുന്ന പണിയൊക്കെ നിർത്തുക. ആദ്യം തന്നെ എണീറ്റാല് അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാന്നല്ല ആദ്യം നോക്കുക, മൊബൈൽ എവിടെയാണ്, വാട്സപ്പിൽ വല്ലതും വന്നിട്ടുണ്ടോ എന്ന്. ആ പണിയൊക്കെ മാറ്റണേ, അതൊക്കെ മാറ്റി വെക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. വീട്ടിൽ സംസം ഉള്ള ആളുകള് ഒരു തുള്ളി സംസം എടുക്കുക. എന്നിട്ട് മുത്തുനബിക്ക് ഒരു ഫാത്തിഹ ഓതിയിട്ട് ഈ സംസലിമിലേക്ക് ഓതിയിട്ട് കുടിക്കാം. അതിൽ ലഖ്ദ് ജാഅക്കും ഒരു വട്ടം ഓടുന്നതും നല്ലതാണ്. എന്നിട്ട് 2 കാര്യത്തിന് ദുആ ചെയ്യാം. ഒന്ന് റൂഹിന്റെ ആഫിയത്ത്, അത് ഹിദായത്താണ്. ഒന്ന് ശരീരത്തിൻ്റെത്, അത് ആഫിയത്തുമാണ്. 2ന്റെ ആഫിയത്തിന് ദുആ വെക്കുക. നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടെങ്കിലേ നിങ്ങളെ തലയിൽ കയറുള്ളൂ. മനസ്സിലായില്ല? കൂടുതലൊന്നും വേണ്ട. എന്ത്? ഒരു സ്പൂണ് സംസം വെള്ളം എടുക്കുക. സംസം ആയിക്കോട്ടെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആദ്യത്തെ വെള്ളം, ആദ്യത്തെ കുടിനീര് സംസാവുക. ഇന്നത് പ്രയാസമില്ലല്ലോ. ഇന്നിപ്പോ അത് പ്രയാസം എല്ലാ നാട്ടിൽ നിന്നും വീട്ടിൽ എല്ലാ ദിവസവും ആളുകൾ ഇല്ലേ? എല്ലാ ദിവസവും അതിരാവിലെ ആദ്യത്തെ ഉമിനീരിൽ സംസം കുടിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് കൈയൊണ്ടിക്ക്. ഒരാളുണ്ട്, 2 ആളുണ്ട്. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. അല്ലാഹു അത് നിലനിർത്തി തരട്ടെ. ഒരു സ്പൂണ് മതി. ഒരു സ്പൂണ്. അഞ്ചനല്ലേ? നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായി വരുന്ന അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നിങ്ങളിന്റെ കൂടെ അങ്ങോട്ട് ഇരിക്കട്ടാ. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഒരു തുള്ളി മതി, ഒരു സ്പൂണിന് ലേശം. ഇന്നിപ്പോ അത് ആരോടും പറഞ്ഞാൽ കിട്ടുന്നു, എല്ലാരോടും പറഞ്ഞാൽ. കാരണം എല്ലാവരും ഒരു മഹലിലൊക്കെ ഒരാഴ്ച ഒരു മാസത്തിൽ പല ആളുകളും എന്തിനു പോകുമല്ലോ അല്ലേ? ഒരു ഉംറക്ക് പോകുന്ന ഒരാളോട് പറഞ്ഞാൽ മതി, അല്ലേ ഉസ്താദേ ഒരു കുപ്പി സംസം വെള്ളം എനിക്ക് തരട്ടെ എന്ന് പറഞ്ഞാൽ ആരാ തരാത്തത്? പിന്നെ ഈ ട്രാവൽസുകാരുടെ കയ്യിലൊക്കെ എക്സ്ട്രാ ഉണ്ടാവും. അവര് എയർപോർട്ടിൽ നിന്ന് ചിലപ്പോൾ ചില ആളുകൾ എടുക്കാതെ പോകും. അതൊക്കെ ഇവർക്ക് കെട്ടിക്കൊടുക്കും. ഞാനിങ്ങനെ ട്രാവൽസുകാരെ ഒക്കെ കിട്ടിക്കഴിഞ്ഞാല് ഏത് ട്രാവൽസുകാരോട് ഞാൻ ഒരു കുപ്പി വെള്ളം ചോദിക്കും. ട്രാവൽസ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ വേഗം പറയും സംസം വെള്ളം ഉണ്ടെങ്കിൽ ഒരു കുപ്പി തരുകൊണ്ട്. അപ്പൊ അങ്ങനെ ഈ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു ട്രാവൽസുകാരന് ഒരു കുപ്പി വെള്ളം തന്നിട്ടുണ്ട്. അപ്പൊ അത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അള്ളാന്റെ സഹായം കൊണ്ട്. അതൊരു വലിയ കാര്യമാണ്. ആദ്യത്തെ ഉമിനീരിൽ എന്ത് കയറണം? സംസം വെള്ളം. എന്നിട്ട് എന്തിന്? 2ന്റെ ആഫിയത്തിന് ദ്വാരക്ക. റൂഹിന്റെ ആഫിയത്താണ് ഹിദായത്ത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിന്റെ മുൻപ് ഒന്നും കുടിക്കുകയും ചെയ്യരുത്. അതായിരിക്കണം ആദ്യത്തെ വെള്ളം. അതില്ല, ഇതിന് വേറെ പ്രത്യേകത ഉണ്ട്. സംസം വെള്ളത്തിലേക്ക്, കിണറിലേക്ക് വായു കൊപ്പിളിച്ച് തുപ്പിയിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. ഇബ്രാഹിം നബിയുടെ കാലുണ്ട്, ജിബ്രീലിന്റെ ചിറകുണ്ട്, മുത്തുനബിന്റെ ഉമിനീരുണ്ട്. ഈ 3 കാര്യമുണ്ട്. എന്തില് പറയും? സംസം വെള്ളത്തിൽ. സംസം വെള്ളത്തിൽ 3 എണ്ണം ഉണ്ട്. അല്ലാഹ് അത് ഞങ്ങൾക്ക് നിലനിർത്തി തരണം പടച്ചോനെ. അതൊന്നും ഓർക്കാം. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലാവണില്ലേ? വളരെ ചിന്തിക്ക്. സംസം വെള്ളത്തിൽ 3 എണ്ണം. ഒന്ന് സയ്യിദുനാ ഇസ്മായിലിന്റെ കാല്, ആ കാൽപാത്തിന്റെ അടിയിലാണ് പൊട്ടിയത്, അവിടുത്തെ കാലുണ്ട്. പിന്നെ ജനാഹു സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചിറകുണ്ട്. പിന്നെ മുത്തുനബിയുടെ ഉമിനീരുണ്ട്. അൽഹംദുലില്ലാഹ്. ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് വായിലെ വെള്ളം കുപ്പിളിച്ച് അതിലേക്ക് തുപ്പിയ റസൂലുള്ളാഹ്. മനസ്സിലായില്ലേ? കേൾക്കണില്ലേ? റസൂലുള്ളാഹ് എന്തിനാ തുപ്പിയത്? പിന്നെ ഒരിക്കലെങ്കിലും വറ്റിയാൽ അത് പോയി എന്നറിയാം. ആ വെള്ളം ഒന്നും വറ്റിയിട്ടില്ല.
അപ്പൊ ആ ഉമിനീർ ഇപ്പോഴും എവിടെ ഉണ്ട് പറയാ? ആ ഉമിനീർ എപ്പോഴും എവിടെ ഉണ്ട്? അത് സംസമിലുണ്ട്. പറ്റി തന്നെ അല്ലല്ലോ, അവിടെ തന്നെ ഉണ്ട്. അതിന് വേണ്ടിയാണ് ചെയ്തത്. ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റീഖിൽ ശറഫാക്കപ്പെട്ട ഉമിനീരിന്റെ ബറക്കത്ത് കിട്ടാൻ വേണ്ടിയാണ് പുണ്യ റസൂൽ മുസ്തഫ വായിൽ വെള്ളം സംസം കുപ്പിളിച്ച് സംസമിന്റെ കിണറിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. അത് നമ്മളെ ഒരു സ്പൂൺ എടുക്കുക, ആദ്യം അതാണ് കുടിനീരിറക്കുക. ഒരു ലേശം മതി, അതിലേക്കൊരു ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഫാത്തിഹമുണ്ട്. ഫാത്തിഹ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി, പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മങ്കൂസ് മൗലൂദ് പോലെ തന്നെയാണ് ഫാത്തിഹയും. മങ്കൂസ് മൗലൂദ് റസൂലുള്ളാഹിന്റെ മദ്ഹാണ്, ഫാത്തിഹ സൂറത്തും റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. അത് ബാവ് മുതൽ വലല്ലാലിനെ നൂന് വരെയും റസൂലുള്ളാഹിന്റെ മദ്ഹാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. അതിന് കണ്ണു വേണം. ഇവിടെ കണ്ണ് തുറക്കണം. അത് ഞാൻ പിന്നെ ഒരിക്കൽ അർത്ഥം വെച്ച് തരും. അത് ഇങ്ങനെയൊന്നും അർത്ഥം വെച്ചാൽ മതിയാവൂല, അതിന് കുറച്ച് പണിയുണ്ട്. ബിസ്മിയുടെ ഭാഗം മുതൽ നൂന് വരെയും മുഹമ്മദിൻ പുണ്യ റസൂലിന്റെ മദ്ഹാണ്, ഹബീബിന്റെ മദ്ഹാണ് സൂറത്തുൽ ഫാത്തിഹ. അപ്പോ ഒരു ഫാത്തിഹ കണ്ട് ഓടുക. ആ സംസം വെള്ളത്തിന്റെ ഒരു തുള്ളി കയ്യെ പിടിച്ച് ഒരു ഫാത്തിഹ ഓടി അതിലേക്ക് ഓടുക. ഒരു ആയത്ത് ഓടുക. ഏത്? أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഒരു പേടിയും പേടിക്കണ്ട, അത് മതി പ്രൊട്ടക്ഷൻ. പ്രതിരോധ ശക്തി വർദ്ധിക്കും. സംസമിന് ഭയങ്കര കഴിവാണ്. സംസം പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും. ഭയങ്കര കരുത്തുണ്ടാവും. ആ ഒരു തുള്ളി ഒരു ദിവസത്തേക്ക് മുഴുവൻ മതിയാവും. ഞാൻ അന്നൊരു വെള്ളം ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ഓജസ് ഉണ്ടാവും, ഭയങ്കര കരുത്തുണ്ടാവും. മനസ്സിലാവണില്ലേ പറഞ്ഞത്? തടിന്റെ ഉള്ളിൽ വല്ല ബാക്ടീരിയകളും കയറിയിട്ടുണ്ടെങ്കിൽ ഇതങ്ങോട്ട് പുറത്തേക്ക് തട്ടുവരുത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്തൊക്കെയുണ്ട് അതിൽ? മുത്തുനബിയുടെ ഉമിനീരുണ്ട്. ഇന്ന് രാവിലെയും കുടിച്ചത് എന്താണ്? മുത്തുനബിയുടെ ഉമിനീര. പിന്നെന്താണ്? ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലിന്റെ ബർക്കത്താണ്. പിന്നെ ആകാശത്തെ രാജകുമാരന്റെ ചിറകിന്റെ ബർക്കത്താണ്. അല്ലേ? അള്ളാന്റെ സ്വർഗത്തിന്റെ അക്ഷയ ഖനിയാണ്. അതാണ് നമ്മൾ ആദ്യത്തെ ഉമിനീര്. പാമ്പ് അടിച്ചാൽ കേറൂലടാ, പേടിക്കണ്ട, ഭയങ്കരമായിരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാരും ഉംറക്കും ഹജ്ജിനൊക്കെ പോലെ നിർത്തിയിട്ടാണെങ്കിൽ പിന്നെ സാരമില്ല. ഇന്നെന്തിനപ്പ അതിനൊക്കെ നമ്മൾ പേടിക്കണത്? സംസം ക്യാൻ അങ്ങനെ കൊണ്ടുവന്ന് പരിയിൽ വെക്കും, എന്നിട്ട് അങ്ങനെ കടന്നുറങ്ങും ചെയ്യും. എന്താ അത് ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയില്ല. ഒരു തുള്ളി ഉമിനീര് കൂട്ടാൻ മാത്രം എടുത്താൽ മതി. എന്നും എടുക്കുക. ഒരു 5 ലിറ്ററിന്റെ ക്യാന് കിട്ടിയാൽ ഒരു കൊല്ലത്തിന് മതിയാവും. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? പറയും മനുഷ്യന്മാരെ, പെണ്ണുങ്ങൾക്കും മാപ്പിളക്കും ഒരു കൊല്ലത്തിന് അത് മതിയാവും. പെണ്ണുങ്ങൾക്കും ആരോഗ്യം ഉണ്ടാകണമല്ലോ. പൊതുവെ പെണ്ണ് എന്ന സാധനം ഒരു കുറ്റസാധനമാണ്. എപ്പോഴും വീക്കാക്കിക്കൊണ്ടേയിരിക്കും. ഒന്നിരിക്കൽ ബ്ലാഡർ പോവും, അല്ലെങ്കിൽ മേലെ പോവും, താഴെ പോവും. എന്താണെങ്കിലും സാധനം എപ്പോഴും ഡാമേജ് വരുന്ന സാധനമാണ്. എപ്പോഴും ഗാരേജ് കയറ്റാനേ നേരെ ഉണ്ടാവുള്ളൂ. എന്ത്? പെണ്ണ്. അങ്ങനത്തെ ഒരു സാധനമാണ് പെണ്ണ്. അതാണ് പെണ്ണ്. അപ്പൊ അത് നമ്മളെ പണം ചെലവാക്കിക്കും. നമ്മളെ പൈസ അങ്ങനെ പോകും, ഒരു ഫലം ഉണ്ടാവില്ല. ഒരു ദിവസം ഇവിടെ വേദന എന്നറിയും, മറ്റോടത്ത് മറ്റേ വേദന എന്നറിയും. പ്രത്യേകിച്ച് വസുവാസാണ്. ഇത് രാവിലെ എന്താണ് കയറിനോടുകൂടെ വസുവാസൊക്കെ അടുപോകും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒന്ന് ഓർക്ക അമ്മയും പറയും മനുഷ്യന്മാരെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ്. ഇന്നോ ഇന്നലെയാന്നാ എൻ്റെ ഓർമ്മ. ഒരാൾ എന്നോടൊരു വസുവാസം പറഞ്ഞുകൊണ്ട് വന്നു. ഒരു വസുവാസാണ്, ഒരു സുഖമില്ല. അപ്പൊ ഞാൻ അയാൾക്ക് ആദ്യം ഈ ഒരു മരുന്ന് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ഇതാദ്യം കുറച്ച് ദിവസം കുടിക്കി, പിന്നെ വസുവാസം ഉണ്ടെങ്കിൽ പിന്നെ നോക്കാം. ഇത് മതി. കോഴിക്കോട് ജില്ലയിൽ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാളുണ്ട്, സംസം വെള്ളം കുടിച്ച് ലഖദ് ജാഅക്കും ചൊല്ലിയിട്ട് വെള്ളപ്പാണ്ട് മാറിയ ഒരാൾ നമ്മളെ ക്ലാസ്സിലുണ്ട്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. പിന്നെ നമ്മള് എല്ലാം വിറ്റ് പൈസ ആക്കുന്ന ഒരു പണി നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മളത് പറയാനില്ല എന്ന് മാത്രം.
ആ ഏർപ്പാട് പിന്നെ നമ്മൾക്കില്ല. ഇത് നേരാണ്, ഇത് സത്യമാണ്. എല്ലാ ദിവസവും സംസം വെള്ളം കുടിക്കുക, ഒരു ലഖ്ജാക്കും ചെല്ലും. അതിന്റെ കാരണമായിട്ട് ആകെ കോലം കെട്ടിയിരുന്ന വെള്ളപ്പാണ്ടാണ് പോയി. വെള്ളപ്പാണ്ടിന് മരുന്നില്ല, മുഅ്ജിസത്ത് മാത്രമാണ് മരുന്ന്. ഇന്നത്തെ മുഅ്ജിസത്തിന്റെ അന്നത്തെ മുഅ്ജിസത്തിന്റെ ഇന്നത്തെ ബാക്കിയാണ് എന്ത്? സംസം വെള്ളം. മറ്റൊരു മുഅ്ജിസത്താണ് ഖുർആന്, അതിന്റെ സിറാണ് ലഖദ് ജാഅക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മുഅ്മിനെ ചിന്തിക്ക് 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 ചിന്തിക്ക്. അള്ളാന്റെ ഹബീബിനെ കൂടെ വെച്ചോ, എന്നാ തടിക്ക് ആഫിയത്തുണ്ടാവും. ആഫിയത്തല്ലേ? അസ്സിഹത്തു ഖൈറും മിനൽ ഗിനാ. സമ്പത്തിനേക്കാൾ വലിയ കാര്യം ആരോഗ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഭയങ്കരാണ്. അപ്പൊ ഈ മരുന്ന് നിങ്ങൾ ഒരാളും ഒഴിവാക്കരുത്.